നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ADGPയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക വസ്തുതാ വിവര റിപ്പോർട്ടിലാണ് ഗുരുതരമായ ഈ പരാമർശമുള്ളത്. 5 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി പറയും. ഉണ്ടായത് ക്രൂരമർദ്ദനമാണ്. ഗൺമാൻമാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു. മർദ്ദിക്കുന്ന നിരവധി ദൃശ്യങ്ങളുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ച ആദ്യ റിപ്പോർട്ടിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ നിന്ന് കോടതിയിൽ നൽകിയ റഫർ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. തെളിവുകളില്ലെന്നും പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്നത് കാണാനാവുന്നില്ലെന്നും എഴുതി ചേർത്തു. എന്നാൽ മർദ്ദനം നടന്ന് 35 സെക്കൻഡുകൾക്ക് ശേഷമാണ് പോലീസ് ഫോട്ടോഗ്രാഫർ സ്ഥലത്തെത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. റിപ്പോർട്ട് തിരുത്തിയെന്ന ആലപ്പുഴയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് SIT അന്വേഷണം ADGP ഓഫീസിലേക്ക് എത്തിച്ചത്. പിന്നാലെ ഇവിടെ ജോലി ചെയ്തിരുന്ന 2 ഗ്രേഡ് SIമാരെ ചോദ്യം ചെയ്തു. റിപ്പോർട്ട് തിരുത്തിയതായി ഇരുവരും മൊഴി നൽകി. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വഴിവിട്ട ഇടപെടലത്രേ. പ്രതികളെ സഹായിക്കാനാണ് റിപ്പോർട്ട് തിരുത്തിയത്. നടന്നത് അതീവ ഗുരുതര അട്ടിമറിയാണ്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ആയുധങ്ങൾ വീണ്ടെടുക്കാനുണ്ട്. അതിനാൽ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക വസ്തുതാവിവര റിപ്പോർട്ടിൽ SIT ചൂണ്ടിക്കാട്ടുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.